കുമ്പള ആരിക്കാടി ടോൾ പ്ലാസയിൽ 22 ദിവസത്തിനുള്ളിൽ ടോൾ പിരിവിലൂടെ സമാഹരിച്ചത് 2.71 കോടി രൂപ. കുമ്പളയിലെ വ്യാപാരി അബ്ദുൾ ഖാദർ വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയ്ക്ക് ലഭിച്ച മറുപടിയിലൂടെയാണ് കണക്കുകൾ പുറത്തുവന്നത്. ലോകോത്തര ബ്രാൻഡായ ഗോദ്രേജിന്റെ ഇന്റീരിയോ, കബോർഡ്, അലമാരകൾ, ലോക്കറുകൾ എന്നിവയുടെ വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും എക്കാലത്തും മികച്ചുനിന്ന 120 വർഷങ്ങളുടെ പാരമ്പര്യം. ഗോദ്രേജ് കമ്മീഷൻ ആൻഡ് ജനറൽ ഏജൻസി NH66 ആണങ്കൂർ, കാസർഗോഡ്. ദേശീയപാതയിൽ കുമ്പള ആരിക്കാടി ടോൾ പ്ലാസയിൽ 22 ദിവസത്തിനുള്ളിൽ ടോൾ പിരിവിലൂടെ സമാഹരിച്ചത് 2.71 കോടി രൂപ. കുമ്പളയിലെ വ്യാപാരി അബ്ദുൾ ഖാദർ ഫിർഷാദ് കോട്ട വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയിൽ ലഭിച്ച മറുപടിയിലാണ് ദേശീയപാത കണ്ണൂർ മേഖലാ പ്രൊജക്ട് ഡയറക്ടർ കണക്കുകൾ സഹിതം വിവരങ്ങൾ നൽകിയത്. ജനുവരി 12-നാണ് ടോൾ പിരിവ് ഈടാക്കി തുടങ്ങിയത്. പ്രതിഷേധങ്ങളെ തുടർന്ന് ഫെബ്രുവരി 4-നാണ് ടോൾ പ്ലാസ അടച്ചുപൂട്ടിയത്. ഫാസ്ടാഗിലൂടെ 2.7 കോടിയും UPI QR കോഡിലൂടെ 26,000 രൂപയും കൗണ്ടറുകളിൽ പണം നൽകിയതിലൂടെ 1.1 ലക്ഷം രൂപയുമാണ് കിട്ടിയതെന്നും രേഖകളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായ ടോൾ പ്ലാസയിൽ കഴിഞ്ഞ നവംബർ 4 മുതൽ ടോൾ ഈടാക്കാനായിരുന്നു ദേശീയപാത അതോറിറ്റി ഉത്തരവിട്ടത്. എന്നാൽ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതിഷേധങ്ങൾ തുടരുകയും ഇതിനിടെ തദ്ദേശ തെരഞ്ഞെടുപ്പും കോടതിയിൽ ഹർജിയുമായതിനാൽ ജനുവരി 12 മുതലായിരുന്നു തുടങ്ങിയത്. അന്ന് തന്നെ ടോൾ പ്ലാസയിലേക്ക് ആക്ഷൻ കമ്മിറ്റി പ്രതിഷേധം നടത്തി. 13 മുതൽ AK അഷ്റഫ് MLA നേതൃത്വത്തിൽ ടോൾ പ്ലാസയ്ക്ക് സമീപം അനിശ്ചിതകാല സമരവും തുടങ്ങിയിരുന്നു. 14-ന് രാത്രി പ്രതിഷേധം ശക്തമായതോടെ അക്രമ സംഭവങ്ങൾ നടക്കുകയും ചെയ്തു. 15 മുതൽ സമരം നടത്താൻ പാടില്ലെന്ന് MLAക്ക് പോലീസ് നോട്ടീസ് നൽകി. 15-ന് രാവിലെ സമരപന്തൽ പൊളിച്ചു നീക്കുകയും MLA ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ടോൾ പ്ലാസ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് വിവിധ സമരങ്ങൾ നടന്നു. ഇതിനിടെയാണ് ഫെബ്രുവരി 4-ന് ടോൾ പ്ലാസ അടച്ചുപൂട്ടിയുള്ള കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവിറങ്ങിയത്. 2 കോടിയിലേറെ രൂപയാണ് ടോൾ പ്ലാസ നിർമ്മിക്കുന്നതിന് ചെലവായതെന്ന് അധികൃതർ അറിയിച്ചു. ഇതിന്റെ കുറെ ഭാഗങ്ങൾ പൊളിച്ചു നീക്കിയിട്ടുണ്ട്. ഇനിയും പൊളിക്കാനുണ്ടെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.